40 വർഷം ഭരിച്ച CPFത്തിന് നേതൃത്വത്തിൽ ഭരിച്ച ഭരണസമിതിക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഞങ്ങൾ നടത്തിയത്. നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രവർത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നല്ലൊരു പാനൽ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ കുറെ ആളുകൾ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള കുറെ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്ത് ഇവർ ഇത് ചെയ്യുന്നു. ഞങ്ങൾ ഇതിനെതിരെ പരാതി കൊടുത്തിരുന്നു, ഹൈക്കോടതിയിൽ പരാതി ഒബ്സർവ്. പക്ഷെ യാതൊന്നും പരിഗണിക്കാതെ ഈ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിരുന്നു. ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത വോട്ടുകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഇതിനുണ്ട് ഏകദേശം 3000 ചില്ലാൻ വോട്ടുകൾ ഞങ്ങൾക്ക് വീട്ടിൽ നല്ല രീതിയിൽ വോട്ട് ചെയ്ത എല്ലാ സഹകാരികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ നിയമപരമായ പോരാട്ടം നിർത്തുന്നില്ല, തുടരുക ചെയ്യും. ഇവിടെ ഉണ്ടായിരുന്ന ഈ ബാങ്ക് കൊള്ളയടിച്ച കാട്ടുകള്ളന്മാരെ തുറങ്കിലെറിക്കുന്നവരെ നല്ല ചോദ്യം. അഴിമതി നേരിടുന്ന ഒരു ബാങ്ക് വിജിലൻസ് കേസെടുത്ത് എന്നിട്ടും ജയിക്കുന്നു എന്നുള്ളതിന്റെ ഒറ്റ ഉദാഹരണമാണ്. വ്യാപകമായി ബാങ്കിന്റെ പഞ്ചായത്തിലും ബാങ്കിന്റെ പരിധിയിൽപ്പെടാത്ത സ്ഥലങ്ങളിൽ ആളുകളെ ചേർത്തതിന്റെ വലിയൊരു പ്രശ്നമാണ് ഇവിടെ ജയിക്കാൻ. ഞങ്ങളിപ്പോ പറഞ്ഞു ചിറ്റാറ്റിൽ പഞ്ചായത്തിനൊക്കെ 1200 വോട്ടാണ് കയറ്റിക്കുന്നത്. അത് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ കൃത്യമായി ഞങ്ങളുടെ പരാതി പരിശോധിച്ചു. ഏകദേശം 6 മാസം മുമ്പ് ഞങ്ങൾ പരാതി എഴുതുന്നു. ഇവിടെ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കുന്നുണ്ട്, ബാങ്കിന്റെ പരിധി ഒരു വിധത്തിലുള്ള ഇതുപോലും ഞങ്ങൾക്ക് ചെയ്തില്ല. പക്ഷെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച കാരണം അത് നടത്താൻ പറ്റില്ല എന്ന്. പക്ഷെ ഞങ്ങൾ ആ പോരാട്ടം തുടരും. ഇതില്ല ഞാൻ പറയാം, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പോരാട്ടം തുടരും, നിയമപരമായ പോരാട്ടം തുടരും. ഈ ബാങ്ക് കൊള്ളടിച്ച കാട്ടുകള്ളന്മാരെ തുറങ്കിലടയ്ക്കുന്നവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വ സമരം വീണ്ടും തുടരും. എല്ലാവരും നന്നായി സഹകരിച്ചു. ഇന്നത്തെ ദിവസത്തിൽ പോലീസ് പ്രത്യേകം നന്ദി പറയേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും നാളും പിന്തുണ നൽകിയ പത്രമാധ്യമങ്ങൾ എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയാം. അതുപോലെ പ്രത്യേകിച്ച് സഹകാരികളോട്.